ഇന്ന് ഞാനിവിടെ ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് കോളിഫ്ലവർ മുറിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു സൈസിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കണം. ഇതുപോലെ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ മുറിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് വലുപ്പത്തിൽ മുറിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കോളിഫ്ലവർ മുഴുവനായിട്ട് മുറിച്ച് വയ്ക്കണം. അധികം വലിയ തണ്ടോട് കൂടിയിട്ട് നമ്മൾ കോളിഫ്ലവർ മുറിച്ചെടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാനിവിടെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡ് അധികം വലുപ്പത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അധികം ചെറിയ പീസായി പോയാൽ ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഞാനിപ്പോൾ ഇതൊരു 4-5 പ്രാവശ്യം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്ന വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇതിൽ തന്നെ ഇട്ട് വയ്ക്കണം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തന്നെ ഇത് ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മസാലപ്പൊടികളും ബാക്കിയുള്ള ചേരുവകളൊക്കെ ഡയറക്റ്റ് കോളിഫ്ലവറിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മാവ് കലക്കിയിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി ആയാൽ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കോളിഫ്ലവറിന് അധികം മസാലയൊക്കെ പിടിക്കാത്ത പോലെ ഉണ്ടാവും. അതുപോലെ ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ അത് കോളിഫ്ലവറിന് വിട്ട് വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയുന്നതൊക്കെ സെപ്പറേറ്റ് മാവ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചതച്ചെടുത്തതാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഉപ്പ് വലിച്ചെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നല്ല കളർ ഉണ്ടാവും. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലോണം കോളിഫ്ലവർ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം വല്ലാതെ അടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് മാത്രം വേവിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മാവ് ഒട്ടും തന്നെ വിട്ടുപോവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അതുകൂടാതെ മസാലയൊക്കെ കോളിഫ്ലവറിൽ നല്ലോണം പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൈദ മാവൊക്കെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് ഇതിന് കോട്ടായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിലധികം ലൂസായിട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നാൽ നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പകുതിയിലധികം വെന്തതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ കോളിഫ്ലവറും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ മാവിൽ കോട്ടായി കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട സോസൊക്കെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. നിങ്ങളെടുത്ത് അഥവാ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ അത് കുറച്ച് കുറവ് ചേർത്താൽ മതി, ഒരു 1.5 ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ചേർക്കണം. അഥവാ ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ ഇതിൽ നന്നായിട്ട് കലങ്ങി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം ചേർക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കട്ടിയായിട്ട് തോന്നും. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളത്തിൻ്റെ അളവും കുറച്ചുകൂടെ കൂട്ടണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി മുറിച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വലിയ അല്ലി വെളുത്തുള്ളി ഞാനിപ്പോൾ ചെറുതായി മുറിച്ചതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾ എരിവിന് കണക്കായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു മീഡിയം എരിവാണ്. അപ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ അടർത്തി മുറിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഗോപി മഞ്ചൂരിയനിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഓരോ അല്ലിയായിട്ട് അടർത്തി എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അധികം വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. ഈ സോസിനൊക്കെ നല്ല ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച കോളിഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അധികം വെന്ത് വരരുത്. അധികം വെന്ത് വന്നാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ക്രമത്തിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും നിങ്ങളുടെ എരിവിന് കണക്കായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇവിടെ ഇപ്പോൾ ഗോപി മഞ്ചൂരിയൻ റെഡിയായി വന്നിട്ടുണ്ട്.